കളരിപ്പയറ്റിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് സാക്ഷാൽ പരശുരാമനാണ് കേരളത്തിലേക്ക് കളരിപ്പയറ്റ് കൊണ്ടുവന്നത്. കേരളത്തിൻ്റെ 21 വ്യത്യസ്ത സ്ഥലങ്ങളിൽ പരശുരാമൻ കേരളത്തിന് വെളിയിൽ നിന്ന് 21 കളരിപ്പയറ്റ് ഗുരുക്കന്മാരെ കൊണ്ടുവരികയും 21 സ്ഥലങ്ങളിൽ കളരിപ്പയറ്റ് ആരംഭിക്കുകയും ചെയ്തു. ഇന്നും നമ്മുടെ ആ കളരിപ്പയറ്റ് വടക്കൻ സമ്പ്രദായത്തിലെ കളരിപ്പയറ്റ് പരശുരാമൻ്റെ പാരമ്പര്യത്തിലുള്ള കളരിയായിട്ടാണ് കൊണ്ടുപോകുന്നത്. കളരിപ്പയറ്റ് പഠിക്കുമ്പോൾ ഇന്ന് ഒരു സെൽഫ് ഡിഫൻസ് എന്നതിലപ്പുറത്തേക്ക് മാനസികമായും ശാരീരികമായും ഒരു ഊർജവും എനർജിയും ഒക്കെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ് ഒരു പ്രത്യേകത. കളരിപ്പയറ്റ് ആയുർവേദമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒന്നാണ്. കാരണം കളരിയുടെ അവസാനം വരുന്ന കളരി ചികിത്സ ആയുർവേദത്തിനുമായിട്ട് ഒരേ ഒറിജിനിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ കളരിയിൽ യോദ്ധാക്കന്മാർക്കൊക്കെ ശാരീരികമായിട്ടുള്ള ശക്തിക്കും ബലത്തിനും അതുപോലെ ശരീരത്തിനുണ്ടാകുന്ന ഫ്ലെക്സിബിലിറ്റിയൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കളരിയിൽ ഉഴിച്ചിൽ അതുപോലെയുള്ള കളരി ചികിത്സ കൊണ്ടൊക്കെ സാധിക്കുന്നുണ്ടെന്നാണ്. അതുപോലെ തന്നെ കളരിയായിട്ട് യോഗയായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ഈ 64 വ്യായാമ കലകളിൽപ്പെട്ടതാണ് യോഗയും കളരിയും എന്ന് പറയുന്നത്. കളരി എന്ന് പറയുമ്പോൾ യോഗ കുറച്ചുകൂടി സ്ലോയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെയൊക്കെ കുറച്ചുകൂടി ഹൈപ്പർ വേർഷൻ എന്ന നിലയിലേക്ക് കളരിപ്പയറ്റ് മാറി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കളരിയിൽ ആദ്യമായിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ഭൂമി വന്ദനം ചെയ്തിട്ടാണ് കളരിയിലേക്ക് ഇറങ്ങുക. ഭൂമി എന്ന് പറയുന്നത് നമുക്ക് അമ്മയാണ്, മാതാവാണ്, ഈശ്വരനാണ്. ആ ഒരു സങ്കല്പത്തിൽ നിന്നാണ് ഭൂമിയെ തൊട്ട് വന്ദിച്ചിട്ടാണ് ഏതൊരാളും കളരിയിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമി വന്ദനം ചെയ്യുമ്പോൾ ഒരാൾക്ക് ഒരു ശരീരം മുഴുവൻ പെട്ടെന്നൊന്ന് ഉണർന്ന് ഒരു വാമപ്പ് ചെയ്യുന്നതിന് തുല്യമാണ് കളരിയിലെ ഭൂമി വന്ദനം. അതുപോലെ ഓരോ ആയുധങ്ങളും അത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ഭൂമി വന്ദനമോ അതിന് വണക്കം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ മാത്രമേ ആയുധങ്ങളിലേക്ക് പോവുകയുള്ളൂ. നമ്മൾ ഇവിടെ വരുന്ന കുട്ടികൾക്ക് പ്രധാനമായിട്ടും നോക്കുന്നത് അവരുടെ സ്വഭാവം തന്നെയാണ്. നല്ലൊരു സ്വഭാവത്തിനുടമയായ ഒരാൾ ഈ മികച്ച അഭ്യാസ പ്രകടനങ്ങളെല്ലാം പഠിച്ച് സമൂഹത്തിനൊരു ദ്രോഹവും ഭാവിയിൽ ഉണ്ടാക്കില്ല എന്നൊരു ഉറപ്പ് നമുക്കുണ്ടാവണം. അതാണ് കളരിപ്പയറ്റ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കുട്ടികളുടെയും സ്വഭാവം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നല്ലൊരു സ്വഭാവത്തിനുടമയ്ക്ക് മാത്രമേ ഇതുപോലെയുള്ള മഹത്തായ ഒരു നല്ലൊരു വിദ്യയെ ജീവിതാവസാനം വരെ ഒരു നല്ല നിലയിൽ കൊണ്ടു നടക്കാൻ സാധിക്കുകയുള്ളതാണ് നമുക്ക് ഇതുവരെയുള്ള ഈ കളരിയിൽ നിന്നുള്ള അനുഭവം. കളരിയിൽ ചികിത്സ വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ്. പഴയ കാലഘട്ടങ്ങളിൽ യോദ്ധാക്കന്മാർക്ക് യുദ്ധസമയത്തും അതുപോലെ തന്നെ കളരി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ ശരീരത്തിൽ അപകടങ്ങൾ സംഭവിച്ചിട്ട് കേടുപാടുകൾ സംഭവിക്കാറുണ്ട്, ഇഞ്ചുറി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് കളരി ചികിത്സ ഉപയോഗിച്ചിട്ടാണ് പഴയ കാലത്തെ യോദ്ധാക്കന്മാരെല്ലാം ഈ വീണ്ടും അവരുടെ ശരീരത്തെ റിക്കവർ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യം. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു 12 വർഷമെങ്കിലും കളരിപ്പയറ്റ് ഒരു ഗുരുവിൻ്റെ കീഴിൽ പഠിച്ച് പൂർത്തിയാക്കിയ ഒരാൾക്ക് മാത്രമേ നമ്മൾ ചികിത്സയിലേക്ക് ഉഴിച്ചിൽ അതുപോലെ തന്നെ മർമ്മപ്രയോഗങ്ങൾ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 12 വർഷം കൊണ്ട് ഒരു ഗുരുവിന് തൻ്റെ മുന്നിൽ വരുന്ന ഒരു ശിഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അവൻ്റെ പെരുമാറ്റ രീതികളെക്കുറിച്ചൊക്കെ വളരെ നന്നായിട്ട് മനസ്സിലാക്കാനുള്ളൊരു സമയം കൂടി കിട്ടുന്നുണ്ടെന്നാണ്. അപ്പോൾ നല്ല ഒരു സ്വഭാവ ഗുണമുള്ള ഒരാൾക്ക് മാത്രമേ 12 വർഷങ്ങൾക്ക് ശേഷം ഉഴിച്ചിലും അതുപോലെ തന്നെയുള്ള കളരി ചികിത്സകളും പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന അപകടങ്ങൾ, പരിക്കുകൾ ഇതിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യമായ ഒരു ചികിത്സ എന്ന് പറയുന്നത് കളരി ചികിത്സയാണ്. അതുകൂടാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ മറ്റ് പുറമേ നിന്ന് അവരവരുടെ ജീവിത പ്രവർത്തന മേഖലകളിൽ നിന്ന് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾക്കും പരിക്കുകൾക്കും ഒക്കെ കളരി ചികിത്സ വളരെ കൺകണ്ട ഔഷധം തന്നെയാണ്. കളരിയിലെ രണ്ടാമത്തെ വിഭാഗത്തിലാണ് ആയുധങ്ങൾ വരുന്നത്. ആദ്യം പഠിപ്പിക്കുന്ന മെയ്ത്താരി എന്നൊരു വിഭാഗമാണ്. അവിടെ നമ്മളെ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള തിരിഞ്ഞു ചാട്ടങ്ങൾ, കാലുയർത്തലുകൾ, ശരീരത്തിൻ്റെ വഴക്കങ്ങൾ ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച ഒന്നാണ് മെയ്പ്പയറ്റുകൾ. രണ്ടാമത്തെ പയറ്റുകളിലേക്ക് പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആയുധങ്ങളിലേക്ക് വരുന്നത്. ആയുധം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ കൊടുക്കുന്ന ആയുധം കോൽത്താരി എന്ന വിഭാഗത്തിൽപ്പെട്ട ആയുധങ്ങളാണ്. അതിന് ചെറിയ വടി, കെട്ടുകാരി എന്നും പറയുന്ന വലിയ വടി, ഒരാളുടെ ഉയരമുള്ള വടി, അതുപോലെ ഒറ്റ, ഈ തരത്തിലുള്ള 3 വിഭാഗത്തിൽപ്പെട്ട ആയുധങ്ങളാണ് ഇവിടെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അത് മരം കൊണ്ട് നിർമ്മിച്ച ആയുധങ്ങളാണ് കോൽത്താരിയിൽ വരിക. രണ്ടാമത് ആണ്
ഭാഗത്തിലേക്ക്, മൂന്നാമത്തെ ഭാഗമായ അങ്കത്താരിയിലേക്ക് വരുമ്പോഴാണ് പിന്നെ നമ്മൾ ലോഹനിർമ്മിതമായിട്ടുള്ള ആയുധങ്ങൾ കളരിയിലെ കുട്ടികൾ ഉപയോഗിക്കുന്നത്. ഓരോ ആയുധങ്ങൾ പിന്നെ എടുക്കുമ്പോഴും, ആദ്യമായി തുടങ്ങുമ്പോഴും ഗുരുവിന് ദക്ഷിണ വെച്ച് ഗുരുവിൻ്റെ അനുഗ്രഹം വാങ്ങി നമ്മുടെ പൂർവ്വ ഗുരുക്കന്മാരുടെ എല്ലാവരുടെയും അനുഗ്രഹവും സ്മരണകളോടും കൂടി മാത്രമാണ് ആയുധം എടുക്കാവുള്ളൂ. കാരണം നമ്മൾ ആയുധത്തെ എപ്പോഴും വളരെ ആദരവോടും ബഹുമാനത്തോടും കൂടി മാത്രമാണ് കളരിയിൽ കാണുന്നത്. കാരണം ഏത് നിമിഷവും ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് നമുക്ക് നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാം. അല്ല, നമുക്ക് ശരീര വൈകല്യമോ കണ്ണിനോ മൂക്കിനോ നമ്മുടെ പ്രധാനപ്പെട്ട ശാരീരിക ഭാഗങ്ങൾക്കെല്ലാം തന്നെ പരിക്കുകളൊക്കെ ഇത് തട്ടിയാലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി മാത്രമാണ് ആയുധങ്ങൾ പരിശീലിക്കാൻ വേണ്ടി എടുക്കുന്നതും ആയുധങ്ങളെ കാണുന്നതും. നമ്മുടെ കളരിയിൽ ഇപ്പോൾ പല മേഖലകളിലുള്ള ആളുകൾ പഠിക്കാൻ വരുന്നുണ്ട്. ഇന്ത്യയുടെ ഏതാണ്ട് എല്ലാ ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നെല്ലാം വരുന്നുണ്ട്. അപ്പോഴും നമ്മൾ ആ പഴയ രീതിയിൽ നിലനിർത്തുന്നത് നമ്മുടെ പൂർവികരായിട്ടുള്ള ഗുരുക്കന്മാർ നമ്മളെ ഏത് രീതിയിലാണോ പഠിപ്പിച്ചത് അതിൻ്റെ ആ ഒരു തനിമ നഷ്ടപ്പെടാതെ ഈ കളരിയുടെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് ഉള്ള രീതിയിലുള്ള ഒരു സിലബസാണ് നമ്മൾ ഇവരെ പഠിപ്പിക്കുന്നത്. പിന്നെ കുറഞ്ഞ കാലത്ത് ഒന്ന് കളരിപ്പയറ്റിനെ കുറിച്ചുള്ള ചെറിയ ഒരു അനുഭവം ഉണ്ടാവുക മാത്രമേ ചെയ്യുന്നുള്ളൂ. 7 ദിവസമോ 14 ദിവസമോ 30 ദിവസമോ കൊണ്ട് കളരിക്കുറിച്ച് പയറ്റ് എന്താണ് എന്നൊരു ചെറിയൊരു അനുഭവം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ദീർഘകാലം നിരന്തരമായ പരിശീലനത്തിലൂടെ മാത്രമേ കളരിപ്പയറ്റിൽ മികച്ചൊരു അഭ്യാസിയായി മാറാൻ സാധിക്കുകയുള്ളൂ. കളരിപ്പയറ്റിനെ സംബന്ധിച്ചിടത്തോളം കളരിപ്പയറ്റ് പൂർണ്ണമായും പിന്തുടരുന്നത് പ്രകൃതിയോട് യോജിച്ചു കൊണ്ടുള്ള ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കളരി ഒക്കെ നിലനിൽക്കുന്നത് ശരിക്ക് ഇന്ന് ആ കളരിയുടെ പരമ്പരാഗതമായിട്ട് എങ്ങനെയാണോ കളരി ഉണ്ടായിരുന്നത് അതേപോലെയുള്ള ഒരു സംവിധാനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ കളരി പരിശീലിപ്പിക്കുന്നതും കുട്ടികൾ പഠിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഈ കളരിയുടെ ആ ഒരു പഴയ തനിമ പൂർണ്ണമായും നിലനിർത്തിക്കൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലെ ആളുകളെ സംബന്ധിച്ച് അവരുടെ പിന്നെ ജോലി രംഗത്തുണ്ടാകുന്ന ആ മാനസിക സമ്മർദ്ദവും ഇതെല്ലാം മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കളരിപ്പയറ്റ് പരിശീലിക്കുന്നതിലൂടെ സാധിക്കും എന്നതാണ് നമുക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാകുന്ന സംഭവങ്ങളിലൂടെയൊക്കെ മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും കൃത്യമായ രീതിയിൽ കളരിപ്പയറ്റ് കുറഞ്ഞ കാലയളവാണെങ്കിലും പരിശീലിക്കുകയാണെങ്കിൽ മാനസികമായ ധൈര്യവും ഒരു ഏകാഗ്രതയും ഒക്കെ ലഭിച്ചുകൊണ്ട് ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് അവിടെ അവർക്ക് അതിൻ്റെ ഒരു ഗുണം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ കളരി നിർമ്മിച്ചിരിക്കുന്നത് തന്നെ പഴയ കാലത്ത് നമ്മുടെ ഗുരുക്കന്മാർ നമുക്ക് നൽകിയിട്ടുള്ള കളരിയുടെ ഒരു അളവുണ്ട്. ആ അളവിൻ്റെ പ്രകാരമാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. കളരിയുടെ നിലം നമ്മൾ സാധാരണ നിലത്ത് നിന്ന് 6 അടിയോളം താഴ്ചയിൽ മണ്ണ് മാറ്റി അവിടെയാണ് ഈ കളരി സ്ഥാപിച്ചിരിക്കുന്നത്. പിന്നെ കളരിയുടെ ചുമരുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ സാധാരണ കല്ലുകൊണ്ടാണ്. ചെത്തുകല്ലെന്ന് പറഞ്ഞൊരു ചുവന്ന കല്ലുണ്ട്, ആ കല്ല് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ കളരിയുടെ പിന്നെ മേൽക്കൂര നമ്മൾ മേഞ്ഞിരിക്കുന്നത് ഓടുകൾ കൊണ്ടാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് പ്രകൃതിയോട് ഏറ്റവും യോജിച്ച രീതിയിൽ അതിൻ്റെ പാരമ്പര്യവും അതിൻ്റെ തനിമയും നിലനിർത്തിക്കൊണ്ടാണ് നമ്മളിവിടെ കളരി പരിശീലിപ്പിക്കുന്നതും കളരിയുടെ നിർമ്മാണവും കളരിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കളരിപ്പയറ്റ് ലോകം മുഴുവനും പ്രചരിപ്പിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കളരി സംഘമാണ് നമ്മുടേത്, കടത്തനാടൻ കളരി ഫൗണ്ടേഷൻ. നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് പരമ്പരാഗതമായിട്ട് കിട്ടിയിട്ടുള്ള ഈ കളരിപ്പയറ്റിൻ്റെ അറിവിനെ ലോകം മുഴുവൻ എത്തിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ ആളുകൾ വരുമ്പോഴൊക്കെ ഇതൊരു പ്രത്യേക സംസ്കാരമാണ്, ഇതൊരു ജീവിതചര്യയാണ്. കളരി എന്ന് പറയുന്നത് നമ്മൾ 1-2 ദിവസം കൊണ്ട് മാത്രം കഴിഞ്ഞു പോകുന്ന ഒന്നല്ല, നമ്മുടെ ജീവിതാവസാനം വരെ നമ്മൾ പിന്തുടർന്ന് പോകേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് തേടി ഇപ്പോഴും ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അവർക്കൊക്കെ ഇവിടെ വന്ന് മനസ്സിലാക്കുമ്പോഴും അവരുമായിട്ട് ഇടപെടുമ്പോൾ മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും ഈ കളരി അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നാണ്. ഒരു പ്രാവശ്യം പോയവർ വീണ്ടും 2, 3, 4 തവണയൊക്കെ ഇവിടെ സന്ദർശിക്കുകയും കളരി വീണ്ടും പഠിക്കുന്നതിന് വേണ്ടി ഇൻ്റർനാഷണൽ ലെവലിലുള്ള ആളുകൾ വരുന്നത് അവർക്ക് ഈ അവരുടെ ജീവിത രംഗത്ത് പ്രവർത്തന രംഗത്തുണ്ടാകുന്ന മാനസികമായ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം എന്ന രീതിയിൽ കളരിപ്പയറ്റ് പരിശീലനം, അതോടൊപ്പം മാനസികമായ ശക്തിപ്പെടുത്തൽ, ഏകാഗ്രത വർദ്ധിപ്പിക്കൽ, ശാരീരികമായിട്ടൊരു ഫിറ്റ്നസ്, ഇതെല്ലാം കൂടിച്ചേർന്ന ഒന്നാണ് കളരിപ്പയറ്റ്. അതുകൊണ്ട് തന്നെ കളരിപ്പയറ്റ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ടൂറിസമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് ഗവൺമെൻറ്റുകളൊക്കെ വേണ്ട രീതിയിൽ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ധാരാളം ആളുകൾക്ക് ഇതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. കഴിഞ്ഞില്ലേ?